ഹായ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു മീൻപിടുത്ത വ്ളോഗുമായിട്ടാണേ. അവരാണ് കേട്ടോ ഫിഷ് ഹണ്ടേഴ്സ്. അവർ സെറ്റിംഗ്സ് എല്ലാം എടുത്ത് മുന്നിലിങ്ങനെ നടക്കുകയാണേ. അപ്പോൾ ഞാനിതാ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു വയലേരിയാണ്. അവിടെ ഒരു കൈത്തോടുണ്ട്. അവിടേക്കാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഇഷാനെ രാവിലെ തൊട്ട് പറയുന്നു മീൻ പിടിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഒന്ന് മഴയായിരുന്നു. മഴ കാരണം ഞങ്ങൾക്ക് മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പം കുറച്ച് മഴ നിന്നപ്പോൾ ഞങ്ങൾ വന്നതാണേ. അപ്പം നമ്മുടെ ചാനലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഏകദേശം നമ്മളെ സ്പോട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടോ. പ്രകൃതി രമണീയമായ ഒരു നാടാണ് ഞങ്ങളുടേത്. അതാ ഫിഷ് ഹണ്ടേഴ്സ് അങ്ങ് ദൂരെ എത്തിട്ടോ. ഞാൻ പിന്നാലെയാണ്. അപ്പോൾ ഈ മരം എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിറയെ കായൊക്കെ ഉണ്ട്. ഞാൻ ഇതിവിടെ കുറേയായി കാണുന്നു. എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മളിതാ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇഷാനിതാ മണ്ണരീനൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാ കൊളുത്തുമേലിങ്ങനെ കൊളുത്തി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെള്ളത്തിലോട്ടിട്ട് മീൻ പിടിക്കാമെന്നാണ് അവൻ പറയുന്നത്. അവനിപ്പോൾ ചൂണ്ടലിങ്ങനെ വെള്ളത്തിലോട്ടിടാൻ നോക്കുകയാണേ. നമ്മുടെ ഋഷി ഇതാ അവിടെ വെള്ളം നോക്കി അങ്ങനെ തുമ്പത്ത് തന്നെ പോയി നിൽക്കുന്നു. വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. മീൻ വന്ന് കൊത്തുവോ ആവോ. അപ്പോൾ അവനെ ഈ ചൂണ്ടൽ മാത്രമല്ല, അവൻ തന്നെ വീട്ടിൽ നിന്ന് നിർമ്മിച്ച ഒരു വലയുണ്ട്. അതും വീശി എറിയുന്നുണ്ട്. വലയാണെ വെള്ളത്തിലിട്ട് താഴുന്നില്ല, പൊന്തി കിടക്കുകയാണ്. അതിനെ മുക്കി താത്തുകയാണ് കേട്ടോ അവൻ. വലയിട്ട് അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ നന്ദു ആണേ. നമ്മുടെ ചൂണ്ടലിടുന്നത് നന്ദു ആണ്. നമ്മുടെ നെയ്ബറാണേ അവൻ. ഞങ്ങളുടെ കൂടെ വന്നതാ. അപ്പോൾ ആർക്കാണ് മീൻ കിട്ടുക നമുക്കൊന്ന് നോക്കാം. ഋഷി ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കാലോട്ട് അടിച്ച് ഇങ്ങനെ കളിക്കുകയാണ്. ഈ പാലം ഒരു മഴയത്ത് തകർന്നു പോയതാണേ. എനിക്ക് അതിലൂടെ പാസ് ചെയ്ത് വരാൻ പേടിയായിരുന്നു. പഠിച്ചവനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞാണ് ഞാൻ ഇപ്പം എത്തിയത്. നന്ദു തകൃതിയായിട്ട് മീൻപിടുത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഷാനത്തെ സ്പോട്ട് മാറ്റി അവിടെ പുതിയൊരു പാലം പണിതിട്ടുണ്ടേ. അവിടെ പോയി നോക്കുകയാണ് മീൻ വല്ലതും വരുന്നുണ്ടോ എന്ന്. അവർ കുറേ നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ മണ്ണിരനെയും കൊത്തി മീനങ്ങ് പോയിട്ടുണ്ട്. ചൂണ്ടൽമേൽ ഒരു മീനും കൊളുത്തിയിട്ടില്ല. അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഗോതമ്പ് പൊടിയും മഞ്ഞപ്പൊടിയും എന്തൊക്കെയോ ഇട്ട് ചവിട്ടിക്കൂട്ടി പരത്തിക്കൊണ്ട് വന്ന ഒരു ഫുഡായിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ കൊളുത്തിയിട്ട് മീൻ പിടിക്കാമെന്ന് അവൻ പറയുന്നത്. ഋഷിയാണെ ബക്കറ്റിൽ വെള്ളമെല്ലാം എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതവനെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ വരുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. ദൈവമേ, ഒരു മീനെങ്കിലും വന്ന് കൊത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടോ. കുറേ നേരമായി ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ വയലിലാണെന്ന് കേട്ടപ്പോൾ നമ്മുടെ നെയ്ബർ കേശുവും വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അവൻ പറഞ്ഞു. ഇവർ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പ്രകൃതി രമണീയത ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി. ഇത് ഞങ്ങളുടെ പ്ലേസാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല പച്ച വിരിഞ്ഞ പാടല്ലേ. ഇപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല രണ്ട് മഴ പെയ്താൽ പുഴയാണോ കടലാണോ ഒന്നും അറിയാത്ത അവസ്ഥയായിരിക്കും. അത്രയ്ക്ക് വെള്ളം കയറും കേട്ടോ. വെള്ളം കയറുമ്പോഴാണ് മീനൊക്കെ നല്ലോണം വരുന്നത്. ഇവിടെയും ചെറിയൊരു കൈത്തോടുണ്ടേ. ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടാകുന്നതാ. ഇതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പം മീനൊന്നും കാണുന്നില്ല. മീൻ കിട്ടാതായപ്പോൾ ഞാൻ വല വാങ്ങിയത് സൂം ചെയ്ത് നോക്കി. അപ്പോൾ പണ്ടെങ്ങാനോ കിണറിനിട്ടിട്ട് ഉപേക്ഷിച്ച വലയെടുത്താണ് മീൻ പിടിക്കാൻ വന്നേക്കുന്നത്. മീനൊക്കെ തീറ്റയും തിന്ന് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി. അപ്പോൾ ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് വന്നു.